40 ഉണ്ടെങ്കിൽ സുഖമായിട്ട് ഇറക്കാം. അപ്പോൾ അൾട്ര ഇത് കൊണ്ടെടുക്കാനും മൈലേജുള്ള സ്വിഫ്റ്റ് നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷനാണ്. അതായത് വെറും 6 ലക്ഷം രൂപയ്ക്ക് ഒരു ക്രെറ്റ, അതും 65,000 കിലോമീറ്റർ ഫുൾ ഓൺ ചെയ്യാം. ഡീസൽ ഓട്ടോമാറ്റിക് ആണ്, 75,000 കിലോമീറ്റർ ആണ് കേട്ടോ. ഡീസലിൽ ലോ കിലോമീറ്റർ ആണ്, അത്യാവശ്യം ഫീച്ചേഴ്സ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ട്രാക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഫുൾ ഓൺലൈനിൽ നമുക്ക് വണ്ടി എടുക്കാം. 11 ലക്ഷം റുപ്യ. വെറും 1300 കിലോമീറ്റർ ഓടിയ ഒറിജിനൽ കേരള വണ്ടി. ട്രാക്കും കാര്യങ്ങളും വണ്ടി പ്രാന്തമാർക്ക് ഇതാണ് ഗംഭീര ഒരു കളക്ഷൻ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ജമണ്ടൻ ഐറ്റംസ്, ഒറിജിനൽ കേരള ഫോർച്യൂണറുകളൊക്കെ നല്ലൊരു കളക്ഷൻ. അത് ട്രാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നിങ്ങൾക്ക് നല്ല ഓഫറും ഫുൾ ഓണിലൊക്കെ ഇറക്കാൻ പറ്റും. ഇനി അതല്ല, അതിന്റെ കൂടെ തന്നെ നല്ല കിഡിലെ SUV-കളൊക്കെ ഉണ്ട്. സെൽട്ടോസ്, ക്രെറ്റകള്, അതേപോലെ തന്നെ നമുക്ക് ഇതാണ് ചെറിയ പ്രൈസിലൊക്കെയുള്ള ചെറുവാഹനങ്ങൾ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. കൂടെ തന്നെ ഈ ഒരു സൈഡ് നമ്മൾ ലാസ്റ്റ് പാർട്ടിൽ കഴിഞ്ഞതാണ്. ഇതിലൊക്കെ നമ്മൾ ഫുൾ ഓണിലൊക്കെ നല്ല കിഡിലൻ ക്രിസ്റ്റകൾ, അത് ഒറിജിനൽ കേരള വാഹനങ്ങൾ. ഈ ഒരു ഷോറൂമിന്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ട്രാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ 60ഓളം വാഹനങ്ങൾ 0 ഡൗൺ പേയ്മെന്റിലും ക്യാഷ് ബാക്കിലും ഇറക്കാം. ഗംഭീരമായ ന്യൂ ഇയർ ക്രിസ്മസ് സെയിലാണ് ഇപ്പോൾ ബിഗ്ടോയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് തവണ ഈ ഒരു ഗജരാജകന്മാരുടെ കിഡിലൻ കളക്ഷൻ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതാണ് ഈ ഒരു വാഹനത്തിനൊക്കെ സ്പെഷ്യൽ ഓഫറുകൾ കൊടുക്കാമല്ലോ. അപ്പോൾ അതാണ് ഫസ്റ്റ് തന്നെ അഫ്സൽക്ക നമ്മളെ ഈ ഒരു ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ മലപ്പുറം മഞ്ചേരി റൂട്ടിലെ പാണായി സോദിപ്പടി. അപ്പോൾ അതാണ് നമ്മളെ ന്യൂ ഇയർ സെയിലിന് മാക്സിമം പ്രൈസ് കുറച്ചിട്ടുള്ള റേറ്റ് ആണ്. മാക്സിമം പ്രൈസ് കുറച്ച് കൊടുക്കുക അല്ല. അപ്പോൾ അതാണ് സ്പെഷ്യൽ ഓഫറിൽ ഫസ്റ്റ് തന്നെ ഫുൾ ബ്ലാക്ക് ഫോർച്യൂണർ തുടങ്ങാം. ഇതെങ്ങനെ ഒറിജിനൽ കേരള വണ്ടി, ഒറിജിനൽ കേരള വണ്ടി, അതും KL 55 നമ്പർ കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളൊരു അടിപൊളി വാഹനം. എങ്ങനെയായിരുന്നു ഇതിന്റെ കിലോമീറ്റർ കാര്യങ്ങള്? കിലോമീറ്റർ 1300 കിലോമീറ്റർ. അതാണ് ഇതിന്റെ ഹൈലൈറ്റ്. അതായത് വെറും 1300 കിലോമീറ്റർ ഓടിയ ഒറിജിനൽ കേരള വണ്ടി. അപ്പൊ അതാണ് ഫുൾ ബ്ലാക്കിൽ വരുന്ന ഒറിജിനൽ കേരള. അതിന്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ വെറും 1300 കിലോമീറ്റർ. അഫ്സൽക്ക എങ്ങനെയായിരുന്നു ഇതിന്റെ മോഡല് കാര്യങ്ങള്? 2025 മോഡല്. 25 മോഡല്. അപ്പൊ മാസങ്ങൾ മാത്രം പഴക്കമുള്ള വണ്ടി, ഓടാൻ മറന്ന വണ്ടി, സിംഗിൾ ഓൺഷിപ്പ്. എങ്ങനെയായിരുന്നു നമുക്ക് വണ്ടിക്ക് 14 ലക്ഷം രൂപ കൊടുക്കണം? 54 ലക്ഷം രൂപ എടുക്കണം. അപ്പൊ നിങ്ങള് ആലോചിക്കുന്നുണ്ടാവും 2 വീലാണോന്ന്. അല്ല, ഇത് 4x4 ആണ്. അത് നിങ്ങൾ പ്രത്യേകം ആലോചിക്കുക. 4x4 ഓട്ടോമാറ്റിക്കലി ഫുൾ ബ്ലാക്ക് ഇല്ല. എത്ര രൂപ കൊടുക്കാൻ പറ്റും നമുക്കിത്? നമ്മൾ 47-48 ചോദിച്ചില്ല. 46 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം. 46 ലക്ഷം രൂപയ്ക്ക് നമുക്ക് വാഹനം കൊടുക്കാം. ഇതിന് അഡീഷണൽ അതിന് പുറമെ ഒരു ഓഫറും കൂടി കൊടുക്കാൻ പറ്റും നമുക്ക്. ഇത് നമുക്ക് ഫുൾ സെറാമിക്കും ചെയ്ത് കൊടുക്കാം. ഫുൾ സെറാമിക്കും ചെയ്ത് കൊടുക്കാം അല്ല. അപ്പൊ അതാണ് ഇത് 4x4 ഓട്ടോമാറ്റിക്. അപ്പൊ നിങ്ങൾ പ്രൈസിന് 2 വീലിലെ പ്രൈസ് ആയിട്ട് കമ്പയർ ചെയ്യരുത്. അപ്പോൾ 48 ചോയ്സിനാണ് സ്പെഷ്യൽ റേറ്റ് ആയിട്ട് 46 ലക്ഷം രൂപ. 46 ലക്ഷം രൂപ കൊടുക്കാം. അതും കൂടെ സ്പെഷ്യൽ ആയിട്ട് നമുക്കൊരു പിന്നെ സെറാമിക്കും കൊടുക്കാം. പുതിയ വണ്ടി എടുക്കുന്നവർക്ക് നേരെ പോകുന്ന ഓഫർ പ്രൈസിൽ ഫുൾ ഓൺ ചെയ്യാൻ പറ്റുമോ? ട്രാക്കും കാര്യങ്ങളും 8 വയലുണ്ടെങ്കിൽ ₹1 കൊടുക്കണം. നമ്മൾ ₹1 വണ്ടി ഇറക്കും ചെയ്യാം. അടുത്താണ് ഒരു ലെജൻഡർ അല്ലേ. ലെജൻഡർ നമുക്ക് ഒരു 1000 നമ്പറാണ്, ഡോൾ ടൂൺ ആണ് വരുന്നത്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? ഇത് 2018. 2021 4x4 ഓട്ടോമാറ്റിക്. 2021 4x4 ഓട്ടോമാറ്റിക്. അത് നല്ല 1000 എന്ന് പറഞ്ഞ ഫാൻസി നമ്പർ കാര്യങ്ങൾ വരുന്നുണ്ട്. ഡോൾ ടൂൺ ആണ് വരുന്നത്. അതും KL 57 കൊടുവള്ളി രജിസ്ട്രേഷൻ. ഇത് കിലോമീറ്റർ എങ്ങനെയായിരുന്നു? ഇത് കിലോമീറ്റർ 1,12,000 കിലോമീറ്റർ. 1.12 അല്ലേ. ഓണർഷിപ്പ് സിംഗിൾ ഓൺഷിപ്പ് ആണ്. 1.12 ഓട്ടം. ഷോറൂം സർവീസ്. അതും 4x4 ഓട്ടോമാറ്റിക് അല്ലേ. എത്ര രൂപ ചെയ്യാൻ പറ്റും? 36 ലക്ഷം രൂപ കൊടുക്കാം. 36 ലക്ഷം രൂപയ്ക്ക് അല്ലേ. ലോൺ ഏകദേശം എത്ര രൂപ ചെയ്യാൻ പറ്റും? ലോൺ നമുക്ക് സിവിലും കാര്യങ്ങളും ആയിട്ട് എല്ലാം പെർഫെക്റ്റ് ആണെങ്കിൽ ഫുൾ കൊടുക്കാം. നമുക്ക് ഫുൾ ലോണിന് വീണ്ടും തവണ ഒരു ലെജൻഡർക്ക് കൺവേർട്ടർ ആണ്. ശരിക്കും ഫോർച്യൂണർ ആണ്. നമ്മൾ ലെജൻഡർക്ക് കൺവേർട്ട് ചെയ്ത് സെറാമിക് കൊടുത്തോണ്ട് ഇതിന് കൊടുക്കാം. നമുക്ക് ഇതിന് സെറാമിക് കൊടുക്കാം. അപ്പൊ തവണ നമുക്ക് 36 ലക്ഷം രൂപ. ട്രാക്ക് ഉണ്ടെങ്കിൽ ഫുൾ ഓണില് ഫുൾ ഹിസ്റ്ററി എല്ലാം പക്കായിട്ടുള്ള വണ്ടി അല്ലേ. അടുത്ത വീണ്ടും ഒരു ഫോർച്യൂണർ ആണ്. ഇത് PY ആണ് വരുന്നത്. ഇത് എങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ കൊടുക്കാൻ കൺവേർട്ടും ചെയ്ത് കൊടുക്കാം. എങ്ങനെയാണ് ഇതിന് മോഡല് കാര്യങ്ങള്? ഇത് 2017 4x4 ഓട്ടോമാറ്റിക്. 2017 4x4 ഓട്ടോമാറ്റിക്. 4x4 ഒരു ജമണ്ടൻ കളക്ഷൻ ആണ്. സ്റ്റോക്ക് ഇല്ല അല്ലേ. അപ്പൊ കഴിഞ്ഞ പാർട്ടിയിലെ 2 വീലർ നമ്മള് ചെറിയ മോഡൽ പറഞ്ഞാൽ ചെറിയ പ്രൈസുള്ള വണ്ടി ഉണ്ട് കേട്ടോ. ഇത് എങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങളൊക്കെ വരുന്നത്? ഇത് 165 2017 മോഡല് 4x4 ഓട്ടോമാറ്റിക്. എത്ര രൂപ ചെയ്യാൻ പറ്റും ഈ വണ്ടി? ഇത് PYയിലാണ് നമുക്ക് 21 ലക്ഷം രൂപ കൊടുക്കാം. PYയിലാണെങ്കിൽ 21 ലക്ഷം. നമ്മള് നമ്പറൊക്കെ ആക്കിയിട്ടാണെങ്കിൽ നമുക്ക് ഫൈനൽ 24 രൂപയ്ക്കും നമുക്ക് ചെയ്യാൻ പറ്റും. ഏകദേശം നമുക്ക് ലോണൊക്കെ ലോണൊക്കെ ചെയ്ത് കൊടുക്കാം. മാക്സിമം നമുക്ക് ലോണും ചെയ്ത് കൊടുക്കാം കേട്ടോ.
അടുത്ത വീണ്ടും നമുക്ക് ഇതും 4x4 തന്നെ അല്ലേ ഇതും 4x4 4x4 ഓട്ടോമാറ്റിക് ഇതെങ്ങനെയായിരുന്നു കിലോമീറ്റർ? 2021 മോഡൽ 4x4 ഓട്ടോമാറ്റിക് 66,000 കിലോമീറ്റർ. 66,000 കിലോമീറ്റർ അല്ലേ? നമുക്ക് എങ്ങനെയായിരുന്നു നമുക്ക് ചോദ്യം കാര്യങ്ങളൊക്കെ? നമുക്ക് ഒരു 36 ലക്ഷം രൂപ കൊടുക്കാം. 36 ലക്ഷം രൂപ നമുക്ക് മാക്സിമം ലോൺ ചെയ്യാം. സിബിലൊക്കെ ഉണ്ടെങ്കിൽ സീറോ ഡൗൺ പേയ്മെന്റ്. ഒറിജിനൽ കേരള വണ്ടിയാണ്. വയനാട് പക്കായിരിക്കണം, ട്രാൻസാക്ഷൻ പക്കായിരിക്കണം. ചെറുവണ്ടി അല്ല, വല്ലണ്ടി. എത്ര വലിയ വണ്ടി ആകുമ്പോൾ അങ്ങനത്തെ ഒരു ട്രാക്ക് ഉണ്ടെങ്കിലല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് നമുക്ക് ട്രാക്ക് കാര്യങ്ങളെല്ലാം ഒക്കെ ആണെങ്കിൽ സീറോ ഡൗൺ പേയ്മെന്റ് വണ്ടി ഇറക്കാം കേട്ടോ. അടുത്ത ഇതാവുമ്പോൾ നമുക്ക് ഒന്നുകൂടെ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള 2 SUV-കളാണ് പരിചയപ്പെടാൻ പോകുന്നത്. നമുക്ക് ക്ലച്ചും വരുന്നുണ്ട്, സെൽറ്റോസും വരുന്നുണ്ട്. ഫസ്റ്റ് തന്നെ GT ലൈനില്ല, GT ലൈനിലാണ്. അത് നമുക്ക് സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന ഓട്ടോമാറ്റിക് കൂടിയാണ് അല്ലേ? ഡീസൽ ഓട്ടോമാറ്റിക്കിൽ ഒരു കിഡ്ലൻ സെൽറ്റോസ്. എങ്ങനെയായിരുന്നു അഫ്സൽക്ക് അതിന്റെ മോഡൽ? 2021 മോഡൽ 75,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. സോ ഏറ്റവും ഫീച്ചറിസ്റ്റിക് ആണ്. നമുക്ക് പിന്നെ സൺറൂഫ് വരുന്നുണ്ട്, സീറ്റ് വെന്റിലേഷൻ ഒക്കെ ഉള്ള വണ്ടിയില്ല. വേറെ ഒന്നും വെക്കാല്ല. എത്ര രൂപ കൊടുക്കാൻ പറ്റും ഇത്? നമുക്ക് ഫൈനൽ പ്രൈസ് അന്വേഷണം 13.5 ലക്ഷം രൂപ കൊടുക്കാം. GT ലൈൻ ആട്ടോ. GT ലൈൻ ആണ്. അതും ഡീസൽ ഓട്ടോമാറ്റിക്കല് 73,000 കിലോമീറ്റർ. 75,000 കിലോമീറ്റർ. ഓണർഷിപ്പ് സെക്കൻഡ് ഷോറൂം സർവീസ്. 13.5 ലക്ഷം രൂപയ്ക്ക് ഫൈനൽ പ്രൈസ്. ഫുൾ ഓൺ ചെയ്യാൻ പറ്റുമോ? ഫുൾ ഓൺ ചെയ്യാം. ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. 77,000 കിലോമീറ്റർ ആണ് കേട്ടോ. അടുത്ത ഇനി ക്ലച്ച് തന്നെ വേണമെന്നുള്ളവർക്ക് വൈറ്റ് ഫിനിഷിംഗില് അടിപൊളി വാഹനം. ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങള്? 2023 മോഡല്. ഡീസലാണോ? ഡീസലാണ്. ബേസ് മോഡലാണ്. അലവില് 360 ക്യാമ ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. 23,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 23,000 ഡീസൽ വണ്ടിയാണ്. ആവശ്യക്കാർ വേഗം വിളിച്ചോളൂ. ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള ക്ലച്ചാണ്. അത് അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് ഒക്കെ ആഡ് ചെയ്തിട്ടുള്ള ഒരു വാഹനം കൂടിയില്ല. 23,000 കിലോമീറ്റർ. സിംഗിൾ ഓണർ ആണ്. സിംഗിൾ ഓണർഷിപ്പ്. എത്ര രൂപ കൊടുക്കാം? ഇത് 11 ലക്ഷം രൂപയ്ക്ക് ഫുൾ ഓൺ കൊടുക്കാം. 11 ലക്ഷം രൂപ, അതും ഫുൾ ഓൺ അല്ലേ? അപ്പൊ അതാണ് ഇതിന്റെ ഒരു ഹൈലൈറ്റ്. ഡീസലിൽ ലോ കിലോമീറ്റർ ആണ്. അത്യാവശ്യം ഫീച്ചേഴ്സ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ട്രാക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഫുൾ ഓൺ തന്നെ നമുക്ക് വണ്ടി എടുക്കാം. 11 ലക്ഷം രൂപ. ഇനി ഇതാണ് ചെറിയ വണ്ടി ഇല്ല എന്നുള്ള സങ്കടം നിങ്ങൾക്ക് വേണ്ട. ഇവിടെ ചെറുവണ്ടികൾക്ക് നമുക്ക് ഇങ്ങനെ ഒരു ഗംഭീര കളക്ഷൻ വരുന്നുണ്ട്. ഇടയിൽ ഇതാവുമ്പോൾ നമുക്കൊരു കിട്ടുന്ന റെഡ് ഫിനിഷിംഗിൽ വരുന്ന ഒരു സ്വിഫ്റ്റ്. അത് നമുക്ക് ടോപ്പ് എൻഡ് ആണ് വരുന്നത്. ZXi 2024 മോഡൽ 32,000 കിലോമീറ്റർ. ZX 4 സിലിണ്ടർ ആട്ടോ. 4 സിലിണ്ടർ ആണ്. ഇപ്പൊ 3 സിലിണ്ടർ ആണ് വരുന്നത്. അതും നമുക്ക് നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള ബക്കറ്റ് സീറ്റ്സ് കാര്യങ്ങളും അഡീഷണൽ ആയിട്ട് അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് ഒക്കെ ആഡ് ചെയ്തിട്ടുള്ള ഒരു വാഹനമാണ്. ടച്ച് സ്ക്രീൻ വരുന്നുണ്ട്. അതും ZXi ആണ്. പുഷ് ബട്ടൺ സ്റ്റാർട്ടിങ് കാര്യങ്ങളെല്ലാം വരുന്ന ഒരു വണ്ടിയില്ല. ഓൺഷിപ്പ് സിംഗിൾ അല്ല വരുന്നത്? സിംഗിൾ ആണ്. ലോ കിലോമീറ്റർ കൂടിയാണ് അല്ലേ? എത്ര നമ്മൾ ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്നത്? ഇത് നമുക്ക് 7,36,000 രൂപ കൊടുക്കാം. 75 അല്ലേ? ഏകദേശം നമുക്ക് എത്ര രൂപ 50,000 രൂപ ഇറക്കാം. ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള സ്വിഫ്റ്റ് ZXi. ഇല്ല, ഇപ്പൊ കമ്പനി പോയാലും കിട്ടില്ല, കാരണം 3 സിലിണ്ടർ ആണ് വരുന്നത്. ഇനി അടുത്തതാണ് നമുക്കൊരു കിയയുടെ സോണറ്റ് ആണ്. ഡോൾ ടൂൺ ആണ്. HDX ആണ് അല്ലേ? അപ്പൊ അതിന് ബാഡ്ജിങ് മാത്രം വന്നാണ്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? ഇത് 2021 മോഡൽ. 21 മോഡൽ 50,000 കിലോമീറ്റർ സിംഗിൾ ഓണർ ഉണ്ട്. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സ് ഉണ്ട്. സീറ്റ് വെന്റിലേഷൻ അല്ലാത്തൊക്കെ വരുന്നുണ്ട് അല്ലേ? സൺറൂഫ് വരുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് അലോയ്സ് വരുന്നുണ്ട്. സ്റ്റിയറിംഗ് മോഡ് കൺട്രോൾസ്, ക്രൂസ് കൺട്രോൾ കാര്യങ്ങൾ എല്ലാം വരുന്ന ഒരു HDX ഓപ്ഷനിൽ വരുന്ന ഒരു കിഡ്ലൻ വണ്ടി. ഡീസലാണോ പെട്രോൾ ആണോ? ഡീസൽ. മൈലേജ് എത്രയൊക്കെ കിട്ടും നമുക്ക്? 18 കൺഫേം. 18 എന്തായാലും കിട്ടൂല. എത്ര രൂപ കൊടുക്കാതെ? ഇത് നമുക്കൊരു 8,400 ലക്ഷം രൂപ കൊടുക്കാം. ഫുൾ ഓൺ കൊടുക്കാം. ഫുൾ ഓൺ 8,400 ഫുൾ ഓൺ കേട്ടോ. അടുത്തതാണ് നമുക്ക് ഫസ്റ്റ് ജനറേഷൻ ക്രെറ്റ. ഡീസലാണോ വരുന്നത്? ഇത് പെട്രോൾ ആണ് അല്ലേ? കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ 65 അല്ലേ? എത്ര രൂപ കൊടുക്കാതെ? ഇത് നമുക്ക് 6 ലക്ഷം രൂപ കൊടുക്കാം. 6 ലക്ഷം രൂപയ്ക്ക് ക്രെറ്റയാണ് കേട്ടോ. സ്വിഫ്റ്റിന്റെ പ്രൈസിന് കേട്ടോ. അതായത് വെറും 6 ലക്ഷം രൂപയ്ക്ക് ഒരു ക്രെറ്റ, അതും 65,000 കിലോമീറ്റർ. അടുത്തതാണ് ഒരു കിഡ്ലൻ വണ്ടിയാണ്. വണ്ടിക്ക് അൾട്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് നല്ല കിഡ്ലൻ ബലൂൺ ടയേഴ്സും വൈഡ് വീലും കൂടാതെ തന്നെ നമുക്ക് പ്രൊജക്ടർ ലാംപ്സ്, നല്ല സ്കേറ്റിംഗ് കാര്യങ്ങള്, അത്യാവശ്യം നല്ല 1.5 ലക്ഷം റുപ്യന്റെ മോൾക്ക് അല്ലേ നമുക്ക് അഡീഷണൽ ഫിറ്റിംഗ്സ് വന്നിട്ടുള്ള ഒരു വാഹനമാണ്. അത് റെഡ് ഫിനിഷിംഗിൽ ഡോൾ ടൂണിൽ വരുന്ന ഒരു കിഡ്ലൻ സ്വിഫ്റ്റ് 4 സിലിണ്ടർ. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2018 ഡീസൽ വണ്ടിയാണ് അല്ലേ? ഓ, അപ്പൊ ഈ ഒരു ജനറേഷൻ നല്ല മൈലേജും കിട്ടൂല. സിംഗിൾ ഓണർഷിപ്പ് 92,000 കിലോമീറ്റർ. ഓ, സിംഗിൾ ഓണർഷിപ്പ് 92,000 അഡീഷണൽ ഫിറ്റിംഗ്സ് വന്നിട്ടുള്ള വണ്ടിയാണ്. ഇതിന്റെ ഹൈലൈറ്റ് ആണ് ലോങ് ഡ്രൈവിൽ 24 വരെയൊക്കെ മൈലേജ് കിട്ടും എന്നുള്ളതാണ് ഇതിന്റെ ഒരു ഹൈലൈറ്റ്. അപ്പൊ മൈലേജിൽ 2018 ഒരു സ്വിഫ്റ്റ്, അതും അൾട്രേഷൻ കാര്യങ്ങളൊക്കെ അത്യാവശ്യം അഡീഷണൽ ഫിറ്റിംഗ് വന്നിട്ടുള്ള വണ്ടി. എത്ര രൂപ കൊടുക്കാതെ? ഇത് നമുക്ക് 5,80 കൊടുക്കാം. 5,80. ലോൺ എത്ര വരെ ചെയ്യും? 40-50 രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് ഇറക്കാം. അപ്പൊ അൾട്ര ഇത് കൊണ്ടെടുക്കാനും മൈലേജ് ഉള്ള സ്വിഫ്റ്റ് നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷനാണ്.
അത് ഒരു കിഡിലെ i20 അതെ. അതും സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന വണ്ടിയാണ്. ഏറ്റവും ടോപ്പ് എൻഡ് മാനുവൽ 22 കിലോമീറ്റർ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ 50 താഴെ. ഓ ഇത് ഡീസലാണോ പെട്രോളാണ്? പെട്രോൾ ആണ് അല്ലേ. എത്ര രൂപ കൊടുക്കാൻ പറ്റും ഇത്? ഇത് നമുക്കൊരു 6 ലക്ഷം രൂപ. 6 ലക്ഷം രൂപ. ഏകദേശം എത്ര വേണ്ടി ഇറങ്ങാം? ഫുൾ ഓൺ കൊടുക്കാം നമുക്ക്. ഇതും ഫുൾ ഓൺ എടുക്കാം. ഓഫർ പ്രൈസ് ആണ്. i20 ആണ്. സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന ഏറ്റവും ടോപ്പ് എൻഡ് അല്ലേ. വീണ്ടും നമുക്കൊരു i20 ആണ്, അതും വൈറ്റ് ഫിനിഷിങ്ങില് സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന ഒരു കിടിലൻ ഐറ്റം. ഈ പോളോ GT അന്വേഷിച്ച് നടക്കുന്നവർക്ക് അതിലേറെ ഫീച്ചേഴ്സും നല്ല കിടില ഓപ്ഷനും വരുന്ന ഓട്ടോമാറ്റിക് വരുന്ന ഒരു കിടില i20. സോ ഇത് പെർഫോമൻസും അതേപോലെ തന്നെ നല്ല കംഫർട്ടും ഫീച്ചേഴ്സൊക്കെ വരുന്നുണ്ട്. കാരണം നമുക്ക് ഇതിൽ സൺറൂഫ് വരുന്നുണ്ട്, റിയറിൽ AC വെന്റ്, സ്റ്റിയറിംഗ് മോഡ് കൺട്രോൾസ്, അതേപോലെ ക്രൂസ് കൺട്രോൾ കാര്യങ്ങളും, അതും ഓട്ടോമാറ്റിക്കലി പെർഫോമൻസും ഫീച്ചേഴ്സും വരുന്നൊരു വണ്ടി. എങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങളൊക്കെ വരുന്നത്? ഇത് 2023 മോഡൽ, സിംഗിൾ ഓണർഷിപ്പ്, DCT ഓട്ടോമാറ്റിക്. കിലോമീറ്റർ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ 50 താഴെ ഓടിയിട്ടുള്ളൂ അല്ലേ. ഓൺഷിപ്പ് സിംഗിൾ. എത്ര രൂപ കൊടുക്കാൻ പറ്റും? നമുക്ക് 6 ലക്ഷം രൂപ കൊടുക്കാം. 7 ലക്ഷം രൂപ ഫുൾ ഓൺ കൊടുക്കാം. അതൊക്കെ മുമ്പ് വന്നതിന് 10 ലക്ഷത്തിമേലൊക്കെ വന്നതിന് സെക്കൻഡില്ല. മാർക്കറ്റ് പ്രൈസ് നോക്കുകയാണെങ്കിൽ ലക്ഷങ്ങൾ വിലക്കുറവിലാണ്, ഫുൾ ഓണിലാണ്, അതും നമുക്ക് GST ഗിയർ ബോക്സിൽ നല്ല പെർഫോമൻസ് വരുന്ന എഞ്ചിൻ അല്ലേ. അടുത്ത് നമുക്ക് കിടിലൻ ക്രച്ച. നേരത്തെ ഒരു ബൈക്ക് 2021 പെട്രോൾ മാനുവൽ അല്ലേ. ബട്ടൺ സൺറൂഫ് ഉണ്ടല്ലോ, ബാക്കിയെല്ലാം ഫീച്ചേഴ്സ് ഒക്കെ വരുന്ന ഒരു വണ്ടിയാണ്. ബ്ലാക്ക് വണ്ടിയാണ് അല്ലേ. എത്ര രൂപ കൊടുക്കാൻ പറ്റും? ഇത് നമുക്ക് 8.5 ലക്ഷം രൂപ കൊടുക്കാം. 8.5 ലക്ഷം രൂപയ്ക്ക് ഫുൾ ഓണില്, അതും ബ്ലാക്കില് ലോ കിലോമീറ്റർ ഓടിയുള്ള ക്രെറ്റ 8.5 ലക്ഷം രൂപ ഫുൾ ഓൺ ഇല്ല. ഇതൊരു 7 സീറ്റർ വണ്ടിയാണ്, ഡീസൽ എർട്ടിക. അതും നമുക്ക് ഡുവൽ ടൂൺ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, മൈലേജ് കിട്ടുന്ന ഒരു 7 സീറ്റർ. അതിനായിരുന്നു മോഡൽ കാര്യങ്ങൾ. 2016 മോഡൽ ZD പ്ലസ്. അന്നത്തെ ഏറ്റവും ടോപ്പ് എൻഡ് ആണ്, ഡീസൽ വണ്ടിയാണ്, 18-20 മൈലേജ് കിട്ടുന്ന 7 സീറ്റർ. കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ട്? കിലോമീറ്റർ 160. എത്ര രൂപ കൊടുക്കാൻ പറ്റും? 5,97,000 രൂപ കൊടുക്കാം. ഫുൾ ഓൺ ചെയ്യാൻ പറ്റുമോ? ഒരു 50 ഉറുപ്പിക വണ്ടി ഇറക്കാം കേട്ടോ. അടുത്തൊരു കിഡ്ലം വണ്ടിയാണ് കേട്ടോ. അതായത് ഇന്നത്തെ ഹോട്ട് സെല്ലിംഗ് ആയിട്ടുള്ള ഒരു കിഡ്ലം വെഹിക്കിൾ, മാരുതി സുസുക്കി ഫ്രോങ്സ്. എങ്ങനെയായിരുന്നു ഇതിന്റെ മോഡല് കാര്യങ്ങൾ? 2024 മോഡല്, മാസങ്ങൾ പഴക്കമുള്ള വണ്ടി അല്ലേ. 4000 കിലോമീറ്റർ. ഒരു 4000 കിലോമീറ്റർ അല്ലേ. അത്യാവശ്യം നല്ല മൈലേജും, നമുക്ക് ബലാന കിട്ടുന്ന സെയിം മൈലേജും അതിനേക്കാൾ കംഫർട്ടും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു വണ്ടിയാണ്. അത് നല്ല ക്വാളിറ്റി ലെതർ സീറ്റ് കവേഴ്സ്, 4 ഡോർ പവർ വിൻഡോസ്, അഡീഷണൽ ആയിട്ട് അത്യാവശ്യം കാര്യങ്ങളൊക്കെ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. LCD സ്ക്രീന് വരുന്നുണ്ട്, സ്റ്റിയറിംഗിൽ ഓളിയം കൺട്രോൾസ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. റിയറിലാണെങ്കിൽ നമുക്ക് AC വെന്റ് വരുന്നുണ്ട്, ചാർജിങ് പോയിന്റ് കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള അടിപൊളി വാഹനം. കിലോമീറ്റർ വെറും 4000 കിലോമീറ്റർ, സിംഗിൾ ഓണർ വണ്ടി, 24 മോഡൽ ഇല്ല. എത്ര രൂപ ചെയ്യാൻ പറ്റും ഈ ഒരു വാഹനം? നമുക്കൊരു 8 ലക്ഷം രൂപ കൊടുക്കാം. 8 ലക്ഷം രൂപ കൊടുക്കാം അല്ലെ. ഫുൾ ഓണും കൊടുക്കാം. അതും വെറും 4000 കിലോമീറ്റർ ഓടില്ല, മാനുവലില് ഒരു കിടിലൻ വാഹനമാണ്. അപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല വെഹിക്കിൾസുകൾ നമുക്ക് ഇവിടെ ഉണ്ട്. അപ്പോൾ ഇയറിംഗ് സെയിൽ നമുക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ വിക്ടോറിയയിലായിരുന്നു, രണ്ടാമത്തെ ഒരു പാർട്ടാണ്. അടുത്തൊരു പാർട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ബൈക്കിനൊക്കെ EMI 3000-4000 രൂപയ്ക്ക് ഒരു മാസം മാറ്റിയൊക്കെയാണെങ്കിൽ അത്യാവശ്യം നല്ല കിടിലൻ വാഹനങ്ങളായിട്ട് നമുക്ക് പോകാമെന്നുള്ളതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. ലൊക്കേഷൻ മറക്കണ്ട, മലപ്പുറം ജില്ലയിൽ മലപ്പുറം മഞ്ചേരി റൂട്ടിൽ പണായി സൗദിപ്പടി. അതായത് നമ്പർ കൊടുത്തിട്ടുണ്ട്. മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ വരുന്ന കാണാം. റിയാസ് അഫ്സൽക്ക സൈനിങ് ഓഫ്.